അപ്പോൾ മുത്തുമണികളെ നമ്മളെ ഒലിയത്തിൻ്റെ ഇറച്ചി കിട്ടിയതാട്ടോ. ഇത് ഫ്രിഡ്ജിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ബീഫൊക്കെ നല്ല മഞ്ഞളും മുളകും ഇട്ട് വെള്ളം വറ്റിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ടൊക്കെ പേക്ക് ചെയ്ത് ഫ്രീസർക്ക് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ലേസിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് നല്ലെണ്ണയിൽ പൊരിച്ച് കേട്ടോ. ബീഫ് അച്ചാറിന് വേണ്ടിയിട്ട് നല്ലെണ്ണയിൽ പൊരിച്ചാണ്. അപ്പോൾ മുത്തുമണികളെ നമ്മളെ വേപ്പിൻ്റെ നല്ല മുത്തുമണികളെ നമ്മളെ ഇറച്ചിയൊക്കെ നല്ല പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നത് കണ്ടോ. ഈ എണ്ണയിൽ തന്നെ. അപ്പോൾ ഒക്കെ നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ നല്ലോണം മൂക്കട്ടെ, നല്ല മൂക്കണം. അപ്പോൾ നല്ലെണ്ണ ആവുകൊണ്ടാണ് ഇങ്ങനെ നിറക്കുന്നത് കേട്ടോ. നമ്മളെ ഇഞ്ചി ഉണ്ടാവും, വെളുത്തുള്ളി മൂത്ത് വരണം, മൂത്തിട്ടില്ല, നല്ല മൂക്കണം. അതിലേക്ക് നമുക്ക് അച്ചാറും പൊടിയാണ് ഇട്ട് കൊടുക്കണേ. നമ്മൾ 2 സ്പൂണ് പഞ്ചാര ഇട്ട് കൊടുത്തു, അച്ചാറും പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് സുർക്ക മതി, കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് തിളക്കട്ടെ. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതണ്ട നല്ലെണ്ണ മേലങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്.